ശ്രീ മോഹൻ ഭാഗവത്, അതായത് RSSന്റെ സർസംഘചാലക്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കാണാനിടയായി. വളരെ അധികം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു പ്രസ്താവനയായി നമുക്കതിനെ കാണാം. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് കാണുന്ന പള്ളികളുടെ ഒന്നും അടിയിൽ വിഗ്രഹങ്ങൾ തപ്പിപ്പോകേണ്ടതില്ല എന്ന് ഒരു മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തിരുന്നതാണ്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ ചെവിക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനില്ല. അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമല്ല, VHP ഒന്നും ശരിയായിട്ട് ചെവിക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം അത് കഴിഞ്ഞും ഒരുപാട് പള്ളിയുടെ കുളത്തിലും ആ പള്ളിയുടെ അടിയിലും ഒക്കെ വിഗ്രഹങ്ങൾ കിടക്കുന്നതായിട്ടാണ്, അത് കുഴിപ്പിക്കുക, അവിടെ സർവേ നടത്തുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഗതികെട്ടാണ് സുപ്രീം കോടതി അത് നോക്കിയെടുത്തതിന് ശേഷം ഇനി മേലാൽ പുതിയ കേസുകളൊന്നും ഇങ്ങനെയുള്ളതിന് സർവേ ചോദിച്ചുകൊണ്ടുള്ള ഒരൊറ്റ കേസും സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. ഒരു കേസ് സ്വീകരിക്കരുതെന്ന് സുപ്രീം കോടതി പറയണമെങ്കിൽ അതിന്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരണത്തിലാണ് അവിടെ. എന്നിട്ട് അത് കാരണം ആ ഷാഹി ജമാ മസ്ജിദ് സംഭാലില് അത് അവിടെ പ്രശ്നമായി. അപ്പൊ നോക്കിയപ്പോൾ അജ്മീർ ദർഗയിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നതും അത്രത്തോളം വരുമാനമുള്ളതുമാണ്. അപ്പൊ അത് സഹിക്കത്തില്ല, അതൊരിച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പോ ആ അജ്മീർ ദർഗയിൽ അവിടെ ഒരു വിശുദ്ധനെ അടക്കം ചെയ്ത ഒരു സ്ഥലമാണ് അത്. അങ്ങനെ മുസ്ലിങ്ങൾ ഒരുപാട് പേര് പോകാറുണ്ട്, പ്രത്യേകിച്ച് സുന്നി മുസ്ലിങ്ങൾ അവിടെ ഒരുപാട് പോകാറുണ്ട്. അപ്പൊ അവിടെ നോക്കിയപ്പം അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, ഇതൊന്നും മുടക്കണമല്ലോ, അതാണ് പ്രശ്നം. അപ്പൊ നോക്കിയപ്പോൾ എളുപ്പമുണ്ട്, അതിനകത്തും അതും അവിടെയും വേണം, സർവേ നടത്തണം, ഇതൊക്കെയാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം അത് വലിയ ദോഷമില്ലാതെ കലാശിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരണത്തിലാണ് ഇപ്പോൾ ശ്രീ മോഹൻ ഭാഗവതിന്റെ അടുത്ത ഒരു പ്രസ്താവന വന്നത്. വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വികാരമായിരുന്നു, പക്ഷേ അതേപോലെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പള്ളികൾ പൊളിപ്പിച്ച് അവിടെ അമ്പലം സ്ഥാപിക്കണം എന്നുള്ളത് RSSന്റെ ഒരു അജണ്ടയല്ല. അങ്ങനെ ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല. അത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പും അത് ഒരു ശരിയായ ഒരു പ്രസ്താവനയുമാണ്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളത് സ്വാമി വിവേകാനന്ദൻ പണ്ട് പ്രസംഗിച്ചല്ലോ, അമേരിക്കയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന്റെ കാരണം ഇന്ത്യക്കാരൻ ഏത് അശരണനെയും അഗതികളെയും അവര് സ്വീകരിക്കും. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, അവർക്ക് താമസിക്കാൻ വയ്യാതെ അവിടെ താമസിക്കാൻ വയ്യ വന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കും, ജാതിയോ മതമോ നോക്കാതെ എന്ന് പറഞ്ഞ വിവേകാനന്ദന്റെ വാക്കുകളോട് കിടപിടിക്കുന്ന വാക്കുകളാണ് ശ്രീ മോഹൻ ഭാഗവതും ഇന്നലെ പറഞ്ഞത്. ആ പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഒരു മതത്തിനെയും ആക്ഷേപിക്കാൻ പാടില്ല, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അത് റസൂല് പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് ഇതൊക്കെ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, അത് ഖുറാനിലും പറഞ്ഞിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുറാനിൽ ഒരായത്തുണ്ട്, അതിനകത്ത് ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല, അതേപോലെ നിങ്ങൾക്ക് എൻ്റെ മതത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഓരോരുത്തരുടെ കാര്യമാണ്. എൻ്റെ മതത്തിൽ വേറൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വേണ്ട. അവരുടെ മതത്തിൽ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതും ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട്, അതാണ് ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം. ആ പറഞ്ഞേക്കുന്നതിനകത്ത് പറഞ്ഞത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കരുതണം എന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളിലും ആളുകൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് അവനവന്റെ മതങ്ങളിൽ. അത് മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ, അതായത് ഇന്ത്യയിൽ റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉള്ളപ്പോൾ അവിടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ ഒന്നിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു പൊതുവായ സാഹോദര്യം വേണമെന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹവും പറഞ്ഞേക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞേക്കുന്ന അതേ കാര്യം തന്നെയാണ്. കാരണം എല്ലാ മതങ്ങൾക്കും ആ മതസൗഹാർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് വേണ്ടതെന്നും ആ രീതിയിലായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വളരെയധികം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണത്. എല്ലാ മത നേതാക്കളും, ആത്മീയ നേതാക്കൾ എന്ന് പറയുന്നവരും അതുപോലെ മതസംഘടനകളുടെ നേതാക്കളും എല്ലാം അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇത് ശ്രീ മോഹൻ ഭാഗവതിനെ ഈ കാര്യത്തിൽ കണ്ടുപിടിക്കുക, ഇതായിരിക്കണം നമ്മുടെ ചിന്ത.
നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ജനങ്ങൾ ഈ രീതിയിലേക്ക് ചിന്തിക്കാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സെക്യുലറിസം, മതനിരപേക്ഷത, നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മതനിരപേക്ഷത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാ മതങ്ങളും പരസ്പരം സ്നേഹിച്ചാൽ, അതൊരു ജീവിത രീതിയായിട്ട് മാത്രം കണക്കാക്കിയാൽ, ഓരോരുത്തരുടെ ആരാധനാ സ്വാതന്ത്ര്യം അവരവർക്ക് വിട്ടുകൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. അതിനെ കാണുന്ന പള്ളികളുടെ അടിയിലെല്ലാം വിഗ്രഹം തപ്പാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാം, ചിലപ്പോൾ ഒന്നും കണ്ടില്ലെന്നിരിക്കും, ചിലപ്പോൾ വല്ലതും കൊണ്ടിടാം. പക്ഷേ അവിടെ പ്രശ്നങ്ങളും ഒക്കെ നടക്കും. ഇപ്പൊ സംഭാലിൽ തന്നെ എത്രയോ മരണങ്ങൾ നടന്നു. അവിടെ എന്തൊക്കെയാ പിന്നെ അതിന് തുടർന്ന് സംഭവിച്ചേക്കുന്നത്? തുടർന്ന് അവിടെ ബുൾഡോസർ രാജ് വീണ്ടും നടപ്പാക്കി, ഒരുപാട് പേർക്ക് വീടില്ലാതായി. ഇതൊക്കെ വേണ്ടതാണ്. ഇത്തരുണത്തിലാണ് ഈ പ്രസ്താവനയെ നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്യേണ്ടത്. വളരെ സംയോജിതമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യും.